ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് വലിയ നോമ്പിലെ 5-ാം ഞായറാഴ്ച, പിഫ്തോ ഞായർ എന്നാണ് ഈ ദിവസത്തെ അറിയപ്പെടുന്നത്. 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതെ ഇരുന്ന കൂനിയായ ഒരു സ്ത്രീയെ ശാബത്തിൽ ഒരു പള്ളിയിൽ വെച്ച് യേശുക്രിസ്തു സൗഖ്യമാക്കുന്നതാണ് ഇന്നത്തെ വിശുദ്ധ വേദഭാഗം. 18 വർഷമായി ഒട്ടും നിവരുവാൻ കഴിയാത്ത ഒരു സ്ത്രീ. ഒരു ചെറിയ കാലയളവല്ല, നീണ്ട നിരാശയുടെ കാലമാണ്. എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു സ്ത്രീ ആയിരിക്കണം അവർ. എന്തുമാത്രം വേദന തിന്ന സ്ത്രീ ആയിരിക്കണം. എന്നിട്ടും അവൾ പള്ളിയിലുണ്ട്, ആരാധനയ്ക്കുണ്ട്, അവിടെ തന്നെ തുടരുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് പള്ളിയിൽ പോയിട്ടും ആരാധനയിൽ സംബന്ധിച്ചിട്ടും ഇപ്പോഴും അവൾ കൂനിയായിരിക്കുന്നത്? വിശുദ്ധ ലൂക്കോസ് 13:16 പറയുന്നു, സാത്താന്റെ ബന്ധനമാണ് കാരണമെന്ന്. കൊള്ളാം. സാത്താന്റെ ബന്ധനവുമായി 18 വർഷം ആരാധനയ്ക്ക് വന്ന ഈ സ്ത്രീ, അവൾ സാത്താന്റെ നിയന്ത്രണത്തിലാണ്. അവളെക്കുറിച്ച് വചനം പറയുന്നത് അവൾക്കൊട്ടും നിവരുവാൻ കഴിയാത്ത കൂനാണ് എന്ന്. ഈ കൂന് പല വിധത്തിൽ അവളെ ബാധിച്ചു കാണും, സംശയമില്ല. അവൾക്കൊരു നോർമൽ ആളിൻ്റെ കാഴ്ചകൾ ഉണ്ടാവില്ല, നോർമൽ ആളിൻ്റെ ചെയ്തികൾ ഉണ്ടാവില്ല. എന്നാൽ 18 വർഷവും പള്ളിയിൽ വരാറുണ്ട് താനും. പക്ഷെ നടപ്പ് ശരിയല്ല, ഇരിപ്പ് ശരിയല്ല, കാഴ്ച ശരിയല്ല. പ്രിയമുള്ളവരെ, ഇന്നത്തെ പ്രശ്നവും ഇത് തന്നെയല്ലേ? നമ്മളിൽ പലരും വർഷങ്ങളായി പള്ളിയിൽ പോകുന്നുണ്ട്, ആരാധനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ നടപ്പ് ശരിയല്ല, ഇരിപ്പ് ശരിയല്ല, കാഴ്ച ശരിയല്ല. സാത്താന്റെ കൺട്രോളിൽ ഉള്ള എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. നടപ്പും ഇരിപ്പും കാഴ്ചയും ശരിയല്ലാത്തവർ സാത്താന്റെ ബന്ധനത്തിൽ കൂനുള്ളവരാണ്. അങ്ങനെയെങ്കിൽ എത്ര വർഷമായി നാം കൂനുള്ളവരാണ്? നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാൽ മതിയാകും. ഇത്രയും നാൾ നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, ഇത്രയും നാൾ